വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറഞ്ഞൊരു ആശയമാണ്. അതുപോലെ കോർട്ടിക്കൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞൊരു ആശയമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തിന്, നിങ്ങളുടെ ജീവിത വിജയത്തിന്. അപ്പോൾ എന്താണ് കോർട്ടിക്കൽ? ഇതിൻ്റെ ഈ വാക്കുകളുടെ കട്ടിയൊന്നും പെട്ട് ഇതാക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് മനുഷ്യർ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകളിട്ട് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഈ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ബിസിനസ്സിൽ വളരെ സിമ്പിളായിട്ട് വളർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു മേജറായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളിന്ന് പറയുന്നത്? മെമ്മറി കൺസോളിഡേഷൻ, അതോടൊപ്പം തന്നെ കോർട്ടിക്കൽ കൺസോളിഡേഷൻ. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഒരു റോസയുടെ ഒരു ചെടിയുണ്ടെന്ന് വിചാരിക്കാം, പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ റോസയുടെ ചെടി എടുത്തിട്ട് നമ്മൾ കുറേ നാൾ ഈ റോസ ചെടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ റോസ ചെടിയുടെ പുറത്തോട്ട് നീണ്ടു നിൽക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കളയല്ലേ. നമ്മൾ എന്നിട്ട് പറയും, അത് ഇച്ചിരി പുറകോട്ട് ഇറങ്ങി നിൽക്കും, അതിങ്ങനെ കട്ട് ചെയ്തൊന്ന് ഷേപ്പാക്കാം എന്ന് പറയല്ലേ. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. നമ്മുടെ വീടിനൊക്കെ മതിൽ പോലെ വെക്കുന്ന ഈ ചെടി ഉണ്ടായിരുന്നില്ലേ, നമ്മളിങ്ങനെ കുറേ കുറ്റിച്ചെടിയായിട്ട് വളർന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് സൈഡ് കട്ട് ചെയ്ത് മോള് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തു, അങ്ങനെ ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ അത് മതിൽ പോലെ ഇരിക്കും. ചില ആൾക്കാർ അതുകൊണ്ട് രൂപങ്ങളുണ്ടാക്കും, ചില ആൾക്കാർ അതുകൊണ്ട് ഷേപ്പുകളുണ്ടാക്കും, കുരങ്ങനെ പോലെ ഉണ്ടാക്കും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ, ഗേറ്റ് പോലെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യല്ലേ. ഇത് തന്നെ പരിപാടി. ഈ പരിപാടി നമ്മുടെ തലച്ചോറ് നടക്കുന്നതിനാണ് കോർട്ടിക്കൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ തലച്ചോറിനകത്ത് കുറേ ആയിരം ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ് പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിനകത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള സെല്ലിന് പറയുന്ന പേരാണ് ന്യൂറോൺസ് എന്ന്. അപ്പോൾ ആ ന്യൂറോൺസ് ഒരുപാട് കോടിക്കണക്കിന് ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ന്യൂറോണും വേറൊരു ന്യൂറോണും തമ്മിൽ, അപ്പോൾ നമുക്ക് കുറേ സെല്ലുകളുണ്ട്, 100 ബില്യൺ സെല്ലുകളുണ്ട്. അപ്പോൾ ഈ 100 ബില്യൺ ആയിട്ടുള്ള ഈ ന്യൂറോണുകൾ തമ്മിൽ ഓരോ ന്യൂറോണും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുണ്ട്. ചില ശത്രുക്കളായിട്ടുള്ള ന്യൂറോൺസ് തമ്മിലാണെങ്കിൽ 1000 കണക്ഷൻസ് ഉണ്ട്. അല്ലെ, ശത്രുക്കൾ എന്നതിനേക്കാളും ഉപരിയായിട്ട് വലിയ പരിചയമില്ലാത്ത ന്യൂറോൺസ് തമ്മിലാണെങ്കിൽ 1000 കണക്ഷനുണ്ട്. വലിയ പരിചയക്കാരായിട്ടുള്ള ന്യൂറോൺസ് തമ്മിലാണെങ്കിൽ 10,000 കണക്ഷൻ ഉണ്ടാവും. അതായത് രണ്ട് സെല്ലുകൾ തമ്മിലാണ്, രണ്ടും മൈക്രോ സെല്ലുകളാണ്. ആ സെല്ലിനുള്ളിൽ തന്നെ 2 സെല്ലുകൾ തമ്മിൽ ഒന്നെങ്കിൽ 1000 കണക്ഷൻ ഉണ്ടാകും. അവിടുന്ന് കൂടി 2000 ആകാം, 5000 ആകാം, 10,000 വരെ കണക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലുണ്ടാകും. അപ്പോൾ അതാണ് ആ കണക്ഷൻ്റെ നെറ്റ്വർക്കാണ് നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത. അതായത് ശരിക്കും നമ്മളെല്ലാ ആൾക്കാരുടെയും ബ്രെയിൻ ഓൾമോസ്റ്റ് വളരെ സിമിലറാണ്. പക്ഷേ ചില ആൾക്കാരുടെ കണക്ഷൻ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങാതി ഉണ്ടല്ലോ, ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ചങ്ങാതി, നമ്മുടെ റിലേറ്റിവിറ്റി തിയറി കണ്ടുപിടിച്ച ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനെ സംബന്ധിച്ചോളം മറ്റ് ബ്രെയിനുകളുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻ വളരെ 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 സ്ട്രോങ് ആയിരുന്നു. വളരെ കണക്ഷനിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിന് ആൾ മരിച്ച ശേഷം സയൻറ്റിസ്റ്റുകൾ എടുത്തിട്ട് കട്ട് ചെയ്ത് മുറിച്ച് പീസാക്കിയിട്ട് പുള്ളിക്കാരൻ എന്താണ് ഈ വ്യത്യാസം, എന്താ ഈ പരിപാടി, ഇങ്ങനെ ഭയങ്കര സംഭവം അയക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എന്തിനാണ് ഞാനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നോ, നിങ്ങളുടെ മനസ്സ് തീരുമാനിക്കുന്നോ, നിങ്ങളുടെ ബോഡി തീരുമാനിക്കുന്നോ, ആ കാര്യങ്ങൾക്ക് വേണ്ടി റിലവൻ്റ് ആയിട്ടുള്ള റോസക്കമ്പുകൾ നിങ്ങളുടെ ബ്രെയിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ ബ്രെയിനിന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നാച്ചുറലി നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ മൈൻഡും തിങ്ക് ചെയ്യുന്ന ദുഃഖം വളരെ പ്രധാനപ്പെട്ടതാണ്. വെളിച്ചം ദുഃഖമാണല്ലേ, തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ് നമ്മൾ വെളിച്ചത്തിലോ ദുഃഖത്തിലോ എന്തിലേലും ഇരിക്കുകയാണെങ്കിൽ, തമസിലോ എന്തിലും ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ഇരിക്കുന്ന എന്ത് സാധനമാണോ അതാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മുടെ ബ്രെയിൻ വിചാരിക്കും. നാച്ചുറലി നമ്മുടെ ബ്രെയിൻ അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട്, നമ്മുടെ മൈൻഡ് അങ്ങനെ വിചാരിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് നിങ്ങളുടെ ന്യൂറോൺസിനെ റീവയർ ചെയ്യും എന്നുള്ളതായിരിക്കും കറക്റ്റ് വാക്ക്. പ്രൂൺ ചെയ്യും എന്നുള്ളതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാക്ക്. പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഇതാണ്, വെട്ടിനിരപ്പാക്കലാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോൺസായി ചെടി നമ്മുടെ വീട്ടിൽ നട്ടു, ബോൺസായി ചെടീനെ നമ്മളിങ്ങനെ വെട്ടി ഷേപ്പാക്കി നമ്മൾ ഭംഗിയായിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്രെയിന് ഓരോ ദിവസവും രാത്രിയിൽ ബില്യൺസ് ഓഫ് കണക്ഷൻസ്, 100 കോടിയിലധികം കണക്ഷന്
സെവറൽ 100 കോടി കണക്ഷനുകൾ ഓരോ ദിവസവും രാത്രിയിലും എടുത്തു കളയുന്നുണ്ട്, അതുപോലെ പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പുതിയ ന്യൂറോൺസ് ഉണ്ടാകുന്നതല്ല, പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണക്ഷൻസാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഡയറക്ഷൻ എങ്ങോട്ട് പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ പർട്ടിക്കുലർ ഐൻസ്റ്റൈൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഐൻസ്റ്റൈൻ്റെ ജീവിതത്തിലെ ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ മനുഷ്യജീവിനെ വളർച്ചയെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കണക്ഷൻസാണ്. അദ്ദേഹം ഒരു ക്രിക്കനായിട്ടുള്ള ഒരു സ്വപ്നം കാണുന്ന നടക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഒരു ട്രെയിന് വളരെ പ്രകാശത്തിൻ്റെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, വേറൊരു ട്രെയിന് പ്രകാശത്തിൻ്റെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിലിരിക്കുന്ന പ്രകാശത്തിൻ്റെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ മറ്റേ ട്രെയിനിലുള്ള പ്രകാശത്തിൽ പോകുന്നിരിക്കുന്ന ആളെ കാണാൻ പറ്റുമോ, കാണുമ്പം ആരാദ്യം ആരെ കാണും, അവർ കാണുമ്പം കറക്റ്റായിട്ടാണ് കാണുന്നത്, അതിലേക്ക് ലൈറ്റ് പ്രകാശം തട്ടി തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ ഭാവനകളൊക്കെ കണ്ടു. ഈ ഭാവനകളൊക്കെ കണ്ടു, ആ ഭാവനയാണ് അദ്ദേഹത്തെ ഒരു ജീനിയസ് ആക്കി പിൽക്കാലത്ത് മാറ്റിയത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഇമാജിനേഷൻ നോളജിനേക്കാളും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമാണെന്ന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നോളജുള്ളൊരു മനുഷ്യനാണ് പറയുന്നത് ഭാവന അറിവിനേക്കാളും കൂടുതൽ പ്രാധാന്യപ്പെട്ടതാണെന്ന്. അപ്പോൾ ആ ഭാവന, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഭാവന ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, ഹെൽത്താണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നോ ആ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടത്. അതാണ് ഞാനിവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതിപ്പോൾ നിങ്ങൾക്ക് പറയാം, എന്നാൽ പിന്നെ അതങ്ങ് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകില്ല. ഇതിനകത്ത് അതിൻ്റെ ബിഹൈൻഡ് ദ സീനിലുള്ള ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ്, മനസ്സിലാകില്ലെന്നല്ല, നിങ്ങൾക്ക് അതിന് പ്രാധാന്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ശത്രു ആയിട്ടുള്ള പത്രോസ് ചേട്ടനെ കുറിച്ച് ആലോചിക്കുകയും പത്രോസ് ചേട്ടൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പാരകളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ പാര തിരിച്ച് പത്രോസ് ചേട്ടന് വെച്ച് കൊടുക്കാനുള്ള ന്യൂറോൺസാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനുള്ള കണക്ഷൻസാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ, ആ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ഓർക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യും. ആ റീവയർ ചെയ്യുന്നത് വഴി, പ്രൂൺ ചെയ്യുന്ന വഴി, അതായത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം എടുത്തു കളയുകയും വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം വേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ വളരെ 2 പ്രധാനപ്പെട്ട സമയങ്ങളിൽ ആലോചിക്കണം. ഒന്ന്, കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ആലോചിക്കണം, വേണ്ട കാര്യങ്ങൾ സ്വപ്നം കാണണം, വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ശാന്തമാക്കിയിട്ട്, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറിക്കോളും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ പുതിയ എല്ലാ ദിവസവും നിങ്ങളുടെ ബ്രെയിൻ വന്നിട്ട് പറയുവാണ്, ഓക്കെ നമുക്കൊരു പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് പറയുവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്രെയിനോട് പറയുവാണ്, പുതിയ ദിവസമൊന്നും വേണ്ട, ഇന്നലെ പോയ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ, വേറെ ഒന്നും മാറ്റാനൊന്നുമില്ല, ഇതുപോലെ തന്നെ കാര്യങ്ങൾ പോകുന്നത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പം നമ്മുടെ ബ്രെയിൻ ഓക്കെ ശരി അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ് പോകുകയാണ് നമ്മുടെ ഓരോ ദിവസവും റീഡിസൈൻ ചെയ്യുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു പുതിയൊരു ജീവിതമാണ് ഓരോ ദിവസവും. അപ്പോൾ ഓരോ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ആ പുതിയ ജീവിതമായിട്ട് നിങ്ങളെ കണ്ടിട്ട്, ആ പുതിയ ജീവിതത്തിനെ എംബ്രേസ് ചെയ്ത്, ആ പുതിയ ജീവിതത്തിൻ്റെ ഫീലിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നാച്ചുറലി നിങ്ങൾക്ക് പുതിയ ജീവിതം ഉണ്ടാകും. അതേസമയം നിങ്ങൾ പഴയ ചിന്തകളും പഴയ പകകളും പഴയ ക്ഷമിക്കാൻ പറ്റാത്ത വേദനകളും അതിനെക്കുറിച്ചുള്ള ചിന്തകളും മാത്രം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അതുപോലെ തീർന്നു പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ ഫൈനലായിട്ടൊരു കമൻറ്റ് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുമായിരിക്കും, ഇനിയും ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുമായിരിക്കും, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടച്ച് ചെയ്തിട്ടുള്ള ഒരു മെറ്റഫർ, ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ആശയം വേണമെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ജെഫ് ബെസോസ് ആണ്. ജെഫ് ബെസോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമസോണിൻ്റെ CEO ആയിരുന്ന ആൾ. ആള് ആമസോണിൻ്റെ CEO സ്ഥാനത്ത് നിന്ന് മാറി.
അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ആമസോൺ തുടങ്ങുന്ന സമയത്ത് 97 96 മറ്റോ ആണ്, 96 അദ്ദേഹം ആമസോൺ തുടങ്ങുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരുപാട് ആലോചിച്ചു, ആമസോൺ തുടങ്ങണോ വേണ്ടയോ, നല്ല ജോലി ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ശമ്പളം ഉണ്ടല്ലോ, എന്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ. ഇങ്ങനെ മലയാളത്തിലല്ല, ഇംഗ്ലീഷിലായിരിക്കും ആലോചിച്ചിട്ടുള്ളത്. പക്ഷേ പുള്ളി ഏതോ ഭാഷയിൽ ആലോചിച്ചു, ഇംഗ്ലീഷിലായിരിക്കും ആലോചിച്ചത്. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ അവസാനമായപ്പോൾ തുടങ്ങണോ വേണ്ടയോ എന്നുള്ള അവസാന തീരുമാനം എടുക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, 80 വയസ്സായെന്നിരിക്കട്ടെ, എനിക്ക് 80 വയസ്സാകുന്ന സമയത്ത് ഞാൻ ജീവിതത്തിൽ പുറകോട്ട് തിരിച്ചു നോക്കിയിട്ട് ഞാൻ ആമസോൺ തുടങ്ങാതിരിക്കുന്നതിലാണോ കൂടുതൽ റിഗ്രറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പുള്ളി കണ്ടുപിടിച്ചു. അപ്പോൾ 80 വയസ്സിലെത്തുന്ന സമയത്ത് ഞാൻ കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത് ഞാൻ ആമസോൺ തുടങ്ങാത്തതിനകത്താണ് എന്ന് കാണുവാണെങ്കിൽ, എന്നാൽ പിന്നെ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ, ബാക്കി വരുന്നിടത്ത് കാണാം എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട ലൈഫിൽ ബർത്ത്ഡേകളും 30 വയസ്സോ 40 വയസ്സോ 50 വയസ്സോ ആകുമ്പോഴും, അല്ല നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും, അല്ല നമ്മൾ ഓരോ പുതിയ വർഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഓരോ ലൈഫിൽ ഓരോ ഡെത്തുകൾ നമ്മുടെ ലൈഫിലുണ്ടാകുമ്പോഴും, അല്ലെ ഓരോ മേജറായിട്ടുള്ള ലൈഫ് ഇവൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കണം, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ 80 വയസ്സാകുമ്പോൾ അല്ല 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണ്, 90 വയസ്സായി കഴിഞ്ഞ് ഞാൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രൗഡായിരിക്കുമോ? പ്രൗഡ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അതിന് മാറ്റം വരുത്തണം. അപ്പോൾ അതിന് മാറ്റം വരുത്താനായിട്ടുള്ള ഒരു ചാൻസ് ആക്കി നമ്മുടെ ലൈഫിലുണ്ടാകുന്ന സ്പെഷ്യൽ എക്സ്പീരിയൻസുകൾ, അത് പുതിയ ലൈഫാകാം, പുതിയ ഡെത്താകാം, പുതിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എന്താണല്ലോ, ആ എക്സ്പീരിയൻസുകളെ അങ്ങനെ മാറ്റാനുള്ള ഒരു ടൂളാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ മാറ്റാനുള്ള ടൂളാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ രാത്രികൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, ഈ പറഞ്ഞ പോലെ അവസാനം വാട്സപ്പിൽ ഒരു ചെറിയൊരു മെസ്സേജൂടെ കണ്ട് ഈ പറഞ്ഞ പോലെ ടിൻറ്റുമോൻ്റെ പുതിയ വിശേഷം അപ്ഡേറ്റ് എന്നാ ഉള്ളത് എന്ന് കണ്ടിട്ട് കിടക്കാതെ, നിങ്ങളെ കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷം ഒരു 5 മിനിറ്റെങ്കിലും, ആ 5 മിനിറ്റ് നിങ്ങളുടെ കൂടെ ഞാനും പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആ 5 മിനിറ്റെങ്കിലും നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ജീവിതത്തെ പെട്ടെന്ന് ഓടിച്ചു നോക്കുക. 80 വയസ്സിലേക്ക് പോയി എന്താണ് ഞാൻ നാളെ ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് എൻ്റെ വലിയ വളർച്ച ഉണ്ടാകുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്ന, ആനന്ദം ഉണ്ടാകുന്ന ഒരു ജീവിതത്തിലേക്ക് എത്താനായിട്ട് ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിട്ട് അവിടുന്ന് വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ടിൻറ്റുമോൻ്റെ പുതിയ അപ്ഡേറ്റ് നോക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ആ ദിവസം എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വാല്യുബിളായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ മിഷൻ എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാനതിന് പവർ സെറമണി എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ബിസിനസ്സുകാർ നമ്മുടെ പവർ സെറമണി ഞാൻ കൊടുത്ത മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കേരളത്തിൽ എല്ലാവർക്കും കൊടുത്തിട്ടുള്ള മെഡിറ്റേഷൻ കേൾക്കുന്നുണ്ട്. നമ്മളുടെ MBA ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്താൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫേസ്ബുക്ക് MBA എന്ന് പറഞ്ഞാൽ മലയാളി ബിസിനസ് ആക്സലറേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഫ്രീ ഗ്രൂപ്പാണ്. അപ്പോൾ അതിലൂടെ ഒരുപാട് ആൾക്കാർ ഓൾമോസ്റ്റ് ആയിരക്കണക്കിന് ആൾക്കാർ ഈ പറഞ്ഞ അതിൽ വന്ന് ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യാം. പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചോളം ജസ്റ്റ് എഴുന്നേൽക്കുക, മനസ്സ് വിചാരിക്കുക, എന്തായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഒരർത്ഥം, എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, എന്താണ് ഇന്നത്തെ ദിവസം കൊണ്ട് എനിക്ക് എന്താണ് ലോകത്തിന് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ ഇൻകത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും യൂസ്ഫുൾ ആകാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, പാഷനേറ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്, എന്താണ് എൻ്റെ ഫോക്കസ് എന്ന ആ ഒരു ക്ലാരിറ്റിയോട് കൂടെ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, ബിസിനസ്സിൽ എസ്പെഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കും. മറ്റൊരു സമയത്ത് ഇനിയും വേറൊരു ആശയമായിട്ട് നമുക്ക് സംസാരിക്കാം. ബൈ.